നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ അത്ഭുതകരമായി കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ രക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഈ മനോഹരമായ സന്ധിയിൽ നമുക്കൊരുമിച്ച് പതിവ് പോലെ ദൈവസന്നിധിയിൽ അടുത്തു വരേണ്ടതിനായി കർത്താവ് നമ്മോട് കരുണ കാണിച്ചതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിൽ സംബന്ധിക്കുന്ന, ഇതിനുശേഷം ഞങ്ങളെ ശ്രവിക്കുന്ന, കാണുന്ന എല്ലാ വിശുദ്ധന്മാർക്കും, പ്രത്യേകാൽ കർത്താവിൻ്റെ വേലക്കാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ വിവിധമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വഴി നടത്തിയതുപോലെ നമ്മെയും ഇതുവരെ നടത്തിയതിനായും മേലിലും വഴി നടത്തുവാൻ മതിയായവനാകിയാലും ഞാൻ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ ഈ ദൈവം ശക്തനാകിയാലും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. പതിവ് പോലെ ഇന്നും അല്പം നേരത്തെ നമുക്കൊരുമിച്ച് കൂടുവാനായി കർത്താവ് സഹായിച്ചു. നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേകാൽ നന്ദി. നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. ഈ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. നമുക്ക് അതിൻ്റെ 18-19 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടങ്ങാം. I warn everyone who hears the words of the prophecy of this book. If anyone adds anything to them, God will add to him the plagues described in this book. And if anyone takes words away from this book of prophecy, God will take away from him his share in the tree of life and in the holy city, which is described in this book. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഈ പുസ്തകം വായിക്കുകയും ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒടുവിലായിട്ട് ഈ വാക്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ പുസ്തകം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കുമുള്ള വാഗ്ദത്തത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. In chapter 1 verse 3 we have the pronouncement of blessing upon the readers and the listeners, and rather those who obey the prophetical words of this book. On the counterpart, we have warning here in 22:18-19. അതിൻ്റെ മറുഭാഗമായിട്ട് നമുക്ക് 22-ന്റെ 18-19 വാക്യങ്ങളിൽ താക്കീത് കാണാം. സ്തോത്രം. താക്കീത് ഈ പുസ്തകത്തിലെ വാക്കുകളോട് കൂട്ടാതിരിക്കാനും കുറയ്ക്കാതിരിക്കാനും വേണ്ടിയാണ്. സ്തോത്രം. അതുപോലെ നമ്മളിവിടെ നിന്നും കണ്ടത് അതിലെ വാക്കുകൾ
നാം അങ്ങനെയാണല്ലോ അവിടെ വായിക്കുന്നത്. സ്തോത്രം. To everyone who hears the words of the prophecy of this book. ഈ പ്രവചനത്തിലെ വാക്കുകൾ. അപ്പോൾ ബൈബിളിലെ വാക്കുകൾ തന്നെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിന്റെ പ്രാധാന്യം ഇത് വാക്കുകൾ പോലും അക്ഷരീയമായി പോലും ദൈവ നിശ്വാസീയമാണ് എന്നുള്ളതാണ്. Even it is literally inspired word of God. Inspiration means breathing. Inspiration, breath of God. God inspired means God breathed. ദൈവത്തിൻ്റെ ശ്വാസമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇൻസ്പിറേഷൻ എന്ന വാക്ക് വെറും മോട്ടിവേഷൻ എന്ന നിലയിലാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇന്ന് പുറത്തു പോയി കഴിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആണ്. എന്നും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നേ, ഭാര്യ അല്ലെങ്കിൽ മമ്മി ഉണ്ടാക്കുന്നതാ. ഇന്ന് വെളിയിൽ പോയിട്ട് കഴിക്കാൻ ഒരു ഇൻസ്പിറേഷൻ. ഇത് ഇൻസ്പിറേഷൻ അല്ല. അപ്പോൾ ഈ ഇൻസ്പിറേഷൻ എന്ന പദം നമ്മൾ പലപ്പോഴും വെറും ഒരു പ്രേരണ, ഒരു ഉത്തേജനം എന്നൊക്കെയുള്ള നിലയിലാണ് കാണാറുള്ളത്. ഇത് ഉത്തേജനം എന്നതിനേക്കാൾ, ഒരു പ്രേരണ എന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. പ്രധാനമായും ഈ പദം ദൈവവുമായി, ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ബ്രത്ത് ഓഫ് ഗാഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവ ശ്വാസം എന്ന് പറഞ്ഞാൽ, ബ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ആ ആളിൻ്റെ ആകത്തുക. ഞാനെന്ന് പറഞ്ഞാലല്ലേ ശ്വാസമാണല്ലോ. അപ്പം ഞാൻ ശ്വസിക്കുക, എൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉൾത്തടത്തിൽ നിന്ന് വരുന്നത്. അപ്പം എനിക്കെങ്ങനെയാണോ ശ്വാസം, അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ ശ്വാസമാണ്. സ്തോത്രം. അത്രയ്ക്കും ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എപ്പോഴും നാം ഓർക്കേണ്ടത് വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനം. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗാഡ്. ദൈവ ശ്വാസീയമായ, മലയാളത്തിൽ നല്ല പദമാണ്, ദൈവ ശ്വാസീയമായത്. ചിലരൊക്കെ ആ പദത്തെ ദൈവവിശ്വാസീയമെന്ന് തെറ്റായിട്ട് പറയാറുണ്ട്. ഇന്നലെ ക്ഷണനം എന്ന് പറഞ്ഞതുപോലെ ഒരു പെട്ടെന്ന് നമ്മുടെ ആൾക്കാർ പറയുന്നത് ദൈവവിശ്വാസീയമാണ്. ദൈവവിശ്വാസീയം എന്നല്ല. രണ്ട് തിമോത്തിയോസ് 3:16 വാക്യമാണത്. 2 Timothy 3:16 നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആകയാൽ, ദൈവം ശ്വസിച്ചതാകയാൽ, ദൈവത്തിൻ്റെ ശ്വാസമാകയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവശ്വാസീയം, നിശ്വാസീയം എന്നും വേണമെങ്കിൽ പറയാം. നിശ്വസിക്കുക. വിശ്വസിക്കുക എന്നതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും അർത്ഥം വളരെ വ്യത്യസ്തമാണ്. സ്തോത്രം. രണ്ട് പത്രോസ് 1
20ഉം 21 കൂടെ ഇതിനോട് ചേർത്ത ഒന്ന് വായിച്ച് നമുക്കങ്ങ് പോയേക്കാം. 2 Peter 1:20-21. Above all, you must understand that no prophecy of Scripture came about by the prophet's own interpretation. For prophecy never had its origin in the will of men, but men spoke from God as they were carried along by the Holy Spirit. സ്തോത്രം. ദൈവവചനത്തിന്റെ ദൈവ നിശ്വാസീയതയെ, അമാനുഷികതയെ, ദൈവീകതയെ വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഭാഗമാണ് 2 തിമോത്തിയോസ് 3:16 പോലെ തന്നെ ദൈവവചനത്തിൻ്റെ ദൈവനിശ്വാസീയതയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്, അല്ലെങ്കിൽ 2 വാക്യങ്ങളാണ്, 3 വാക്യങ്ങൾ എന്ന് പറയാം. 19, 20, 21 2 പത്രോസിന്റെ 1-ാമത്തെ അധ്യായം. സ്തോത്രം. നോ പ്രോഫസി ഓഫ് സ്ക്രിപ്ചർ, തിരുവഴുത്തിലെ പ്രവചനം ഒന്നും. അവിടെ പ്രവചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബൈബിൾ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ നിയമത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത് പ്രവചനം. അല്ലാതെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ പ്രോഫസി, ഏതെങ്കിലും വ്യക്തിപരമായ പ്രവചനങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവവചനത്തെ, പഴയ നിയമത്തെ മൊത്തമായിട്ടാണ് ഇവിടെ തിരുവഴുത്തിലെ പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ 19-ാമത്തെ വാക്യവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും എടുത്ത് പഠിച്ചിരുന്നു. പ്രവചനത്തിന്റെ ആത്മാവെന്നൊക്കെ ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ച വിഷയത്തോടനുബന്ധിച്ച്. സ്തോത്രം. For no prophecy ever originated because some man willed it, or to do so, it never came by human impulse. But men spoke from God who were borne along, moved and impelled by the Holy Spirit. സ്തോത്രം. പരിശുദ്ധാത്മാവാണ് അവരെ മുഴുവനും ആ സമയത്ത് നിയന്ത്രിച്ചിരുന്നതെന്ന് സാരം. അവരുടെ ചിന്തകളെയും അവരുടെ വാക്കുകളെയും വരെ. സ്തോത്രം. അതിൽ മാനുഷിക ചിന്തകളോ പദങ്ങളോ പോലും കയറിക്കൂടിയിട്ടില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് നാം കണ്ടത്. എവ്രിവൺ ഹൂ ഹിയേഴ്സ് the words of this prophecy, ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ കേൾക്കുന്നവർ. അത്രയ്ക്ക് പ്രാധാന്യത്തോടെ നാം ദൈവത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളണം. സ്തോത്രം. നാം ഭാഗ്യമുള്ളവരാണെന്ന് പറഞ്ഞാണല്ലോ ഇന്നലെ നമ്മൾ നിർത്തിയത്. നമ്മുടെ ഭാഗ്യം അതിൻ്റെ പല തലങ്ങളുള്ളതിൽ ഒന്ന്, ഈ ലോകത്തിൽ വേറെ ഒരു ജാതിക്കും കിട്ടിയിട്ടില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇത് കേവലം ഒരു ബുദ്ധിയുപദേശം അല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കൗൺസൽ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് an imagination of some wise men to keep the followers in a disciplined way. കേൾവിക്കാരെ ഒരു പ്രത്യേക നിലയിൽ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ഏതോ നേതാക്കന്മാർ അവരുടെ ചിന്തയുടെ തലച്ചോറിൻ്റെ മൂശയിൽ പണിതെടുത്ത ഒരു ആശയ സഞ്ചയമല്ലിത്. സ്തോത്രം. ആ ഒരു പ്രാധാന്യം നാം ദൈവത്തിൻ്റെ വചനത്തിന് നൽകണം. ബൈബിൾ വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ നാം പുലർത്തേണ്ട ഗൗരവമായ അവസ്ഥയാണത്. സ്തോത്രം. വെറുതെ ഒരു സാമട്ടിൽ
നാം ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വായിക്കുകയോ കേൾക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുത്. അശ്രദ്ധമായോ ബഹുമാനം കൂടാതെയോ വളരെ നിസ്സാരമായോ ഒന്നും നാം ഇതിനെ കൈകാര്യം ചെയ്യരുതെന്ന് ഈ ഭാഗം നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. നാം അത് ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ആ പ്രാധാന്യതയെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇത്രയും ഭാഗങ്ങളിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം. ഒന്നുമില്ല. അപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, സ്തോത്രം, ഐ ടെസ്റ്റിഫൈ. ഐ അവിടെ നാം കാണുന്നത്, സ്തോത്രം, ക്രിസ്തുവിനെയാണ്. സ്തോത്രം, ക്രിസ്തുവിനെയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ നാം കാണുന്നു കർത്താവ് സാക്ഷീകരിച്ചു പറയുകയാണ്, എല്ലാവരോടുമുള്ള, ഇന്നയാള് ആളും തരവും നോക്കിയൊന്നുമല്ല, ഏവനോടും, സകലരോടും, ഇൻഡിവിജ്വലി, ദിസ് ടെസ്റ്റിമണി, ദിസ് വാർണിംഗ് is for everyone, whether man or woman, pastor, teacher, apostle, believer. No differentiation of age, gender, class, color, language, culture, nothing. ആരായാലും, എപ്പോൾ ജീവിച്ചിരിക്കുന്നവരായാലും, സഭയ്ക്കകത്തോ പുറത്തോ ഉള്ളവരായാലും, എല്ലാവർക്കും വേണ്ടിയുള്ള താക്കീതാണ്, സാക്ഷീകരണമാണ്. സ്തോത്രം. എന്താണതെന്ന് നമുക്കറിയാമല്ലോ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, സ്തോത്രം, ഈ പ്രവചനത്തോട് അല്ലെങ്കിൽ ഈ പുസ്തകത്തോട് ആരും ഒന്നും കൂട്ടരുത്, ആരും ഒന്നും കുറയ്ക്കരുത്. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. The warning or the testimony is no addition, no deletion. No addition to this book, no deletion from this book. അത് ദൈവത്തിൻ്റെ സകല പുസ്തകങ്ങളിൽ നിന്നും, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മാത്രമല്ല, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം തന്നെ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. ദൈവം പറഞ്ഞതിനോട് ആരും ഒന്നും കൂട്ടരുത്, ദൈവം പറഞ്ഞതിൽ നിന്ന് ആരും ഒന്നും കുറയ്ക്കരുത്. സ്തോത്രം. ഡ്യൂട്ടണോമി, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആവർത്തനം 4:2. ഡ്യൂട്ടണോമി 4:2. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം കൊടുത്ത
ന്യായപ്രമാണത്തിന്റെ വിഷയമാണ് ഇവിടെ. ഒന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. 12:32, 12:32, മലയാളത്തിൽ 13:1 കേട്ടോ. 13:1. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. സ്തോത്രം. ഇംഗ്ലീഷിൽ എനിക്കൊന്ന് 12 അവസാന വാക്യം അത്. മലയാളത്തിൽ എനിക്കൊന്ന് 31 വാക്യങ്ങളേ ഉള്ളൂ എന്നല്ലേ 12. സ്തോത്രം. അപ്പോൾ ദൈവം നൽകിയ പ്രമാണങ്ങളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത്. പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കൽപ്പനയായത്. വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇവിടെ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ. വെളിപ്പാട് 22:18-19 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷേ ഈ വ്യവസ്ഥ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ സകല വചനങ്ങളോടും ഉള്ള ബന്ധത്തിൽ തന്നെയാണ്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 26:2, 2-3 ആയിരിക്കും ഒരു പക്ഷേ. ജെറമയ 26:2, ഇരുപത്താറിന്റെ 2. വേഗത്തിൽ ആരെങ്കിലും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിക്കുവാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിക്കുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കുക. അടുത്ത വാക്യം കൂടെ. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്ക വണ്ണം, പക്ഷേ അവർ കേട്ട് ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും. അതിലൊരു വാക്ക് പോലും വിട്ടുകളയരുത്. സ്തോത്രം. The speaker or the writer has no right to amend the oracles of God, whether spoken or written. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന, അത് എഴുതിയോ പറഞ്ഞോ അറിയിക്കുന്ന യാതൊരു ഭക്തനും ദൈവത്തിന്റെ ആലോചനകളെ കൂട്ടാനോ കുറയ്ക്കാനോ അമൻഡ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഉള്ള സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ഒത്തിരി തിക്തഫലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടും ദൈവം പറഞ്ഞതൊന്നും മാറാതെ പറഞ്ഞത്. നമുക്ക് ഏലി മഹാപുരോഹിതനെ കുറിച്ചറിയാം. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ ഏലി മഹാപുരോഹിതൻ, അദ്ദേഹം നമുക്കറിയാം കണ്ണ് കാണാൻ വയ്യാത്തവനായിരുന്നു, സ്ഥൂലിച്ചവനായിരുന്നു, മക്കളെ ചൊവ്വേ വളർത്തിയില്ല. അങ്ങനെ ഒത്തിരി ദോഷങ്ങളൊക്കെ നമ്മളും ഏലിയിൽ ആരോപിക്കാറുണ്ട്. ദൈവവും അങ്ങനെയൊക്കെ തന്നെയാണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായി. നമുക്ക് കാണാൻ കഴിയുന്നത്, ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. ശമൂവേൽ ഇതൊന്നും അറിയാതെ ഏലി അപ്പച്ചനാ വിളിച്ചതെന്ന് വിചാരിച്ച് പല പ്രാവശ്യം വന്നു, എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ഒടുവിൽ ഏലിക്ക് മനസ്സിലായി, ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ അടിനിതാ, അരുളി ചെയ്യണമേ, അടിന് കേൾക്കുന്നു. നമ്മളും പ്രസംഗത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് പോലെ
ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏതായാലും അന്ന് രാത്രി ദൈവം അവനോട് സംസാരിച്ചു. അടുത്ത ദിവസം രാവിലെ ഏലിക്ക് മനസ്സിലായി ദൈവം ശമൂവേലിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? ഏലി എന്താ പറഞ്ഞേ? നമുക്കറിയാം. അപ്പോൾ അവൻ നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. കണ്ടോ? സ്തോത്രം. അപ്പോൾ ഏലി അന്നത്തെ ന്യായാധിപനാണ്, രാജാവിന്റെ സ്ഥാനത്തിരിക്കുന്നയാള്. അപ്പോൾ തന്നെ മഹാപുരോഹിതനുമാണ്. പ്രായം കൊണ്ടും വലിയ ആളാ. പക്ഷേ ഈ ശമൂവേൽ നമുക്കറിയാം ബാലനാ, ഒരു ടീനേജറാ. ടീനേജർ പോലും എത്തിയിട്ടുണ്ടോ എന്നറിയില്ല നമുക്ക്, അത്രയ്ക്കും പയ്യനാ. മുലകുടി മാറിയപ്പോൾ ഏതാണ്ട് ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ദേവാലയത്തിൽ വിട്ടതാ. അതുകൊണ്ട് ഏലിക്കറിയാം എൻ്റെ പ്രായവും എൻ്റെ സ്ഥാനവും എല്ലാം കൂടെ വെച്ച് ഇവൻ പേടിച്ച് എന്തെങ്കിലുമൊക്കെ വിഴുങ്ങാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അറിയാവുന്ന ഏലി ശമൂവേൽ എന്ന പയ്യനോട് പറയുന്ന കാര്യമാണ് നമ്മൾ കേട്ടത്. നീ ഒന്നും മറച്ചു വെക്കരുത്. ദൈവം നിന്നോട് എന്ത് സംസാരിച്ചോ അത് അതേപടി തന്നെ എന്നോട് പറയണം. നീ വല്ലതും മറച്ചു വെച്ചാൽ ദൈവം നിന്നോട് ചോദിക്കുമെന്നാ പറഞ്ഞു വെച്ചേക്കുന്നത്. സ്തോത്രം. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ഈ വിഷയത്തിൽ വളരെ കർക്കശക്കാരായിരുന്നു. കേൾക്കാൻ ഒട്ടും ഇമ്പമില്ലാത്ത സത്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ഭാവിയിൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും അവര് ഭയപ്പെട്ടില്ല. അതിലേറ്റവും നല്ല ഉദാഹരണമാണല്ലോ ദാവീദ് രാജാവിന്റെ മുഖത്ത് നോക്കി മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താ? ആ മനുഷ്യൻ നീ തന്നെ. ഓ, എന്തൊരു ധൈര്യമല്ലേ! തല പോകുന്ന വിഷയമായാലും ദൈവത്തിന്റെ പ്രവാചകന്മാർ ദൈവം കൊടുക്കുന്ന അരുളപ്പാടിൽ വെള്ളം ചേർക്കാറില്ലായിരുന്നു. ഏലിയാവിനെ നമുക്കറിയാം. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് ചോദിച്ചപ്പോൾ ഏലിയാവ് ആഹാബിനോട് പറയുക, ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. അവിടെ നിന്നും ഇങ്ങോട്ട് വന്നാൽ സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അന്ന് രാജ്യം ഭരിക്കുന്ന ഹെരോദാവ് രാജാവിനോട് അവനെ ഭരിക്കുന്ന അവന്റെ ഭാര്യയോടും, കണ്ടല്ലേ, രാജ്യം യഹൂദ്യ ദേശം ഭരിക്കുന്നത് ഹെരോദാവ. ആ ഹെരോദാവിനെ ഭരിക്കുന്നതോ അവന്റെ ഭാര്യ. ഇവര് രണ്ടുപേരോടുമായിട്ട് സ്നാപക യോഹന്നാൻ തല പോകും എന്നറിയാമായിരുന്നിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പ്രവചിച്ചു. സ്തോത്രം. നിന്നെ ഭരിക്കുന്ന നിന്റെ ഭാര്യ അല്ല, നിന്റെ സഹോദരന്റെ ഭാര്യയാണ്. അവളെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് വിഹിതമല്ല. അന്ന് തൊട്ട് അവന്റെ തല വെട്ടാൻ നടക്കുക. ഒടുവിൽ അവസരം കിട്ടി, തല വെട്ടുകയും ചെയ്തു. എത്ര ഈസി ആയിട്ടാ! സ്തോത്രം. ഇവരാരും എന്ത് ചെയ്തില്ല? ദൈവം അവർക്ക് നൽകിയ സന്ദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. There was no compromise in the message
God gave them to transmit. They did not consider the consequences. സ്തോത്രം. അപ്രിയമായ സത്യങ്ങളും അവർ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. നാമും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നവരായി നാം തീരരുത്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന ചിലരെ പോലെ അല്ല ഞങ്ങൾ. സ്തോത്രം. ഇന്നും ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടിച്ചേർക്കാത്ത പ്രസംഗകരെയും പ്രവാചകന്മാരെയും ജനത്തിന് അത്ര ഇഷ്ടമല്ല. ആവർത്തിക്കുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളോട് കൂട്ടുചേർക്കാത്തവരെ ഇന്നത്തെ സഭകൾക്കും ഇഷ്ടമല്ല. സ്തോത്രം. ഇന്നത്തെ സഭകൾക്കും ഇഷ്ടമല്ല. ഷുഗർ കോട്ടഡ് മെസ്സേജസ് എന്നൊക്കെ നമ്മൾ ഇന്ന് അതിനെ വിളിക്കാറുണ്ട്. കേൾവിക്കാർക്ക് രസകരമായ കാര്യങ്ങൾ. പൗലോസ് പറയുന്നു, കർണരസം ആകുമാർ, കേൾക്കാൻ ഒരു സുഖമുള്ളത്. എന്നാൽ യഥാർത്ഥ പ്രസംഗകരും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതേപടി തന്നെ ഒട്ടും കനം കുറയ്ക്കാതെ അറിയിക്കും. ഇന്നും അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. ഇന്നും അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. നാമും അങ്ങനെയുള്ള ദൈവിക സന്ദേശങ്ങളിൽ സന്തോഷിക്കുന്നവരാകണം. സ്തോത്രം. No compromise, no sugar coating, no diluting, no adulteration. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 1 ലേഖനം 2 അധ്യായം 2 വാക്യത്തിൽ പറഞ്ഞത്, ഫസ്റ്റ് പീറ്റർ 2:2, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. Let's have a longing to have unadulterated milk, that of the word of God. ദൈവവചനത്തിൻ്റെ മായമില്ലാത്ത പാൽ. സ്തോത്രം. ഇന്ന് നമുക്ക് ലഭിക്കുന്നത് കൂടുതലും മായം ഉള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ശുശ്രൂഷിച്ച ഒരു സ്ഥലത്ത്, അവിടെയുള്ള ഞാൻ കന്റോൺമെന്റ് ഏരിയയിലായിരുന്നു, ആർമി ബേസിലായിരുന്നു ചർച്ച്. അവിടെയുള്ള ഒരു ആർമി ഓഫീസർ അവരുടെ വീട്ടിൽ പാലും കൊണ്ടുവരുന്ന പാലുകാരനോട് പറഞ്ഞു, എടാ, നീ വെള്ളം ചേർക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഈ സിവറേജിലെ വെള്ളമൊന്നും ചേർക്കല്ലേ, നല്ല വെള്ളമേ ചേർക്കാവേ, അത്ര ഒരു ഉപകാരം ചെയ്യണമെന്ന്. ആർമി ഓഫീസറാ. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരൻ. അവൻ വന്നെന്നോട് പറഞ്ഞതാ, അഡൽറ്ററേറ്റ് ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ഹാനികരമായ രീതിയിലാണ് ചെയ്യുന്നത്. സ്തോത്രം.
സിന്തറ്റിക് മിൽക്ക് എന്നൊക്കെയാണ് ഇപ്പം പത്രക്കാർ അതിനെയൊക്കെ വിളിക്കുന്നത്. സിന്തറ്റിക് ചായ. ഒരു ശകലം പോലും തേയിലപ്പൊടിയില്ല, അല്പം ഒരു തുള്ളി പാല് പോലും ഇല്ല, പഞ്ചസാരയോട് തരിയില്ല. പക്ഷേ സ്വാദിഷ്ടമായ ചായ കിട്ടും. സിന്തറ്റിക്ക, എല്ലാം സിന്തറ്റിക്ക, എല്ലാം കെമിക്കലാ. ഇന്ന് കമ്പോളത്തിൽ മാർക്കറ്റിൽ കിട്ടുന്ന പാലുകൾ പലതും, പാൽ ഉൽപ്പന്നങ്ങൾ പലതും, ഐസ്ക്രീം തുടങ്ങിയുള്ള സാധനങ്ങൾ പലതും ഇതുപോലെ അഡൾട്ടറേറ്റഡ് ആണ്, മായം ചേർത്തതാ. അതും കേവലം ഡൈല്യൂഷൻ, നേർപ്പിക്കൽ മാത്രമല്ല, വളരെ അപകടകരമാം വിധത്തിലുള്ള വസ്തുക്കൾ അതിൽ ചേർക്കുകയാണ്. ഇന്ന് ദൈവ വചനത്തോടുള്ള ബന്ധത്തിലും അങ്ങനെയാണ് നാം കാണുന്നത്. ഇവിടെ മുംബൈയിൽ ഒരു സഭയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നിലധികം ബ്രാഞ്ചസ് ഇവിടെ മുംബൈയിൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ചെറുപ്പക്കാരാ അവിടുത്തെ വിശ്വാസികളൊക്കെ. മറ്റ് പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ചെറുപ്പക്കാർ. അവർ പറയുന്നത്, ആ സഭയുടെ പാസ്റ്ററും ഭാര്യയും പറയുന്നത്, വി ആർ യുവർ ഡാഡ് ആൻഡ് മോം. ഞങ്ങളാണ് നിങ്ങളുടെ ഡാഡിയും മമ്മിയും. ഞങ്ങൾ പറയുന്നത് വേണം നിങ്ങൾ അനുസരിക്കാൻ. നിങ്ങളുടെ അപ്പനും അമ്മയും പറയുന്നതല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളാണ് നിങ്ങളുടെ ഡാഡിയും മമ്മിയും. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് കേട്ടത്, ശമ്പളം കിട്ടിയാൽ അത് നേരെ ഇവർക്ക് കൊണ്ട് കൊടുക്കണം, അപ്പനും അമ്മയ്ക്കും കൊടുക്കരുതെന്ന്. സ്വന്തം അപ്പനെയും അമ്മയെയും അനുസരിക്കരുതെന്ന് വരെ പഠിപ്പിക്കുന്ന ഒരു സഭ. അതിലേക്ക് ധാരാളം ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നു. സ്വന്തം അപ്പനെയും അമ്മയെയും അനുസരിക്കാതെ അവരെ അനുസരിക്കുന്നു. കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നു. അപ്പനെയും അമ്മയും ശത്രുക്കളെ പോലെയാ കാണുന്നത്. സ്റ്റേജിൽ ഭയങ്കര തുള്ളലും ചാട്ടവും ഒക്കെ. വെറും ഡൈല്യൂഷൻ മാത്രമായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പിന്നെ വെക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അത്ര ഉള്ളായിരുന്നെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കായിരുന്നു. പോകട്ടെ, ഒരു 70% പാലുള്ളൂ, 30% വെള്ളമാ, പോട്ടെ, അത്രയും കുറച്ച് നമുക്ക് ചായക്ക് വെള്ളം വെച്ചാൽ മതി, അത്ര നഷ്ടമുണ്ടെന്നേ ഉള്ളായിരുന്നു. ഇത് പാലിൽ വെള്ളം ചേർത്തെന്ന് മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി, ജീവന് അപകടകരമാം വിധം അതിൽ അരുതാത്തതൊക്കെ ചേർക്കുന്നു. പാടില്ല. ദൈവവചനത്തിന്റെ, ബൈബിളിന്റെ മൊത്തമായ കാര്യങ്ങളോട് ഇതായിരിക്കണം നമ്മുടെ സമീപനം. ദൈവം പറഞ്ഞതിനോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. സ്തോത്രം. What the Bible says is what God says or God said. അതുകൊണ്ട് എപ്പോഴും നാം ചോദിക്കേണ്ടത്, വാട്ട് ഡസ് ദ ബൈബിൾ സേ? ബൈബിൾ എന്തു പറയുന്നു? ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വളരെ അടുത്ത സ്നേഹിതരായ ചിലരോട് പോലും അല്പം ഗൗരവമായി സംസാരിക്കേണ്ടി വന്ന ഒരു വിഷയമാണ് വിവാഹമോചനവും പുനർവിവാഹവും, ഡിവോഴ്സ് ആൻഡ് റീമാരേജ്. There are
couples of below 30 who got divorced. Any one of the party is completely innocent in most of the cases. What shall they do? It's of course a humanitarian concern and a question. 30-ൽ താഴെ മാത്രം പ്രായമുള്ള ധാരാളം കുടുംബങ്ങൾ കുടുംബഛിദ്രം വിവാഹമോചനം നേടിക്കഴിയുന്നു. അതിൽ മിക്ക കുടുംബങ്ങളിലും ഒരാളെങ്കിലും പൂർണ്ണമായും കുറ്റമില്ലാത്തയാളാണ്, വഞ്ചിക്കപ്പെട്ടയാളാണ്. ന്യായമായ ചോദ്യമാണ്. തൻ്റേതല്ലാത്ത, നമ്മുടെ ഇന്നത്തെ പരസ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ വിവാഹമോചിതനായ അല്ലെങ്കിൽ മോചിതയായ, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ. ജെന്യുവിനായിട്ടും തൻ്റെ തെറ്റുകൊണ്ടല്ലാതെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്ന ചില വ്യക്തികൾ. 30 വയസ്സിൽ താഴെയുള്ളൂ. സപ്പോസ് പെൺകുട്ടിയാണെന്ന് വെച്ചോ, ഇനിയും ആയുഷ്കാലം മുഴുവനും വിവാഹം കഴിക്കാതെ കഴിയണമെന്നാണോ പറയുന്നത്? ശരിയാ, നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഉത്തരം എന്തേ ഉള്ളൂ? സ്തോത്രം. ഇത്രയും സെൻസിറ്റീവായ വിഷയമായോണ്ടായിരിക്കും എല്ലാവരും വല്ലാത്ത ഗൗരവാവസ്ഥയിലേക്ക് മാറി. കുഴപ്പമില്ല, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഉത്തരം എന്തേ ഉള്ളൂ? Thus says the Bible. സ്തോത്രം. Of course. Thus says the Bible. See, very importantly, in the New Testament, Christ the Lord as well as the apostles repeatedly, over and over again, they said, it is written at least 61 plus times in the New Testament. വേദപുസ്തകത്തിൽ, ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കർത്താവായ യേശുവും ശിഷ്യന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും 61-ലധികം പ്രാവശ്യം എടുത്തെടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിൽ അതിനെ തിരുത്താൻ എനിക്കോ നിങ്ങൾക്കോ ഒരു സഭാ നേതാവിനോ അധികാരം ഇല്ല, അനുവാദം ഇല്ല. ഒരു ഉദാഹരണത്തിനാണ് വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും വിവാഹമോചിതരുടെ പുനർവിവാഹത്തിന്റെയും കാര്യം ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞതാ, വെറും ഉദാഹരണമല്ല, തെളിവായിട്ട് പറഞ്ഞതാ. പല അതുള്ളതിൽ ഒരു കാര്യം. അപ്പൊ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്തൊരു സ്നേഹിതനായ ഒരാളുമായി, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയം മറ്റൊരു അടുത്ത സ്നേഹിതനുമായി ഞാൻ ഇതുമായിട്ട് ഈ വിഷയത്തിൽ അല്പം സംസാരിച്ചു. ഏതാണ്ട് കഴിഞ്ഞ മാസം മറ്റൊരു സ്നേഹിതനുമായും ഇതേ വിഷയത്തിൽ അല്പം ഞങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടി വന്നു.
പിണക്കും വഴക്കും ചീത്തവിളിയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ വിഷയത്തിൽ രണ്ടുപേരുടെയും വാദങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം. ഞാനീ പറഞ്ഞ രണ്ടുപേരും പാസ്റ്റേഴ്സ് തന്നെയാണ്. അവർക്ക് ഈ വിഷയത്തോടൊരു സോഫ്റ്റ് കോർണർ. ഞാൻ പറഞ്ഞു, എനിക്കും ആ ഒരു ചിന്ത ഉണ്ട്. ഈ സഹോദരിമാരെ കുറിച്ച്, സഹോദരിമാരോ ഇപ്പോഴും പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെന്ന് വേണമെങ്കിൽ പറയാം, ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്കും കൺസേൺ ഉണ്ട്. സ്തോത്രം. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ സഭയിൽ പുതുതായി ഏകദേശം 1 മാസത്തോളമായിട്ട് വരുന്ന ഒരു സഹോദരൻ, മലയാളി അല്ലാത്ത ഒരു സഹോദരൻ, ഏതാണ്ട് വിവാഹം കഴിച്ചിട്ട് 14 വർഷമായി. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 14 വർഷം. ഏതാനും മാസങ്ങളായിട്ട് ഭാര്യ തന്നെ വിട്ട് തൻ്റെ വീട്ടിൽ പോയി. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ സഹോദരൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അവൾ അങ്ങ് നാട്ടിൽ പോയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് എനിക്ക് സമ്മൻസ് ലഭിച്ചു. ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനാകാനാണ് സാധ്യത. ഞാൻ ഞായറാഴ്ച അദ്ദേഹം കൂടെ ഉള്ളപ്പോൾ, അദ്ദേഹം കർത്താവിൽ വിശ്വസിക്കുന്നു, അല്ലാതെ പൂർണ്ണമായ രക്ഷാനുഭവത്തിലേക്ക് വരികയോ സ്നാനപ്പെടുകയും ചെയ്തിട്ടില്ല. എങ്കിൽ കൂടെ ഞാൻ സഭയിൽ കഴിഞ്ഞ ആഴ്ച പൊതുവായി ഈ കാര്യം പറഞ്ഞു. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ വിവാഹം വേർപെടാൻ ഇടയാകരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അഥവാ ഏതെങ്കിലും തരത്തിൽ വേർപെട്ടു പോയാൽ പിന്നീട് വിവാഹം കഴിക്കുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ആയുഷ്കാലം മുഴുവനും വിവാഹം വേർപെടുത്തിയതുപോലെ തന്നെ കഴിയണം. ആഫ്രിക്കയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഏഷ്യയിലും എല്ലാം നിയമം ഇത് തന്നെ. നിയമം ഇത് തന്നെ, അതിന് മാറ്റമില്ല. അപ്പോഴാണ് ചോദ്യം, അയ്യോ ഈ പെങ്കൊച്ച്, അത് അവളുടെ കുറ്റമല്ലല്ലോ, അവളെ വഞ്ചിച്ചതല്ലേ, അല്ലെങ്കിൽ അവനെ വഞ്ചിച്ചതല്ലേ? ശരിയാ, വഞ്ചിച്ചതാകാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഡസ് ദ ബൈബിൾ സേ? What is the stand of the scriptures? സ്തോത്രം. ബൈബിൾ എന്ത് പറയും? ഈ വിഷയങ്ങളിൽ വ്യക്തമായ കൽപ്പന ബൈബിൾ തരുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അതിനെ തിരുത്താൻ നമുക്കാർക്കെങ്കിലും പറ്റുമോ? ഇല്ല. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ മൊത്തം ഇതേ വിഷയമാണ് പറയുന്നത് പൗലോസ്. അവിടെ ഒരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ പറയുന്നത്. അപ്പോൾ കർത്താവ് തന്നെ പറയുന്ന അത് തിരുത്താൻ ഇവിടെ ഏത് ഉപദേശിക്ക് അധികാരമുള്ളത്? അല്ലെങ്കിൽ ഏത് കോടതിക്ക് അധികാരമുള്ളത്? സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 7:10. To the married I give this command, not I, but the Lord. A Not wife, I, bus enough, but not I, but the Lord. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. സ്തോത്രം.
കർത്താവ് തന്നെ കൽപ്പിക്കുന്നതിനെ മാറ്റാൻ നമ്മൾ ആർക്ക് പറ്റും? സ്തോത്രം. പക്ഷെ ഇന്ന് പലരും കർത്താവ് പറഞ്ഞതിനെ മാറ്റുന്നു. പാടില്ല. മോശയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ എഴുത്തുകാരൻ, മാനുഷിക എഴുത്തുകാരൻ. ഏറ്റവും ആദ്യം എഴുതിയത് ദൈവമാണ്. 10 കൽപ്പനകൾ ദൈവമാണ് എഴുതി മോശയ്ക്ക് കൊടുത്തത്. So the first writer is God himself, but Moses is the first human writer. ദൈവമാണ് 10 കൽപ്പനകൾ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്തത്. എന്നാൽ മാനുഷികമായി ആദ്യത്തെ എഴുത്തുകാരൻ മോശയാണ്. ആ മോശയിലൂടെ തന്നെ ആവർത്തിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് നാം ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. 4-ലും 13-ലും ഒക്കെ ദൈവം പറഞ്ഞതിനോട് ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. സ്തോത്രം. ഏത് കാലത്തും ദൈവത്തിൻ്റെ കൽപ്പനകൾ അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കി അതിനെ ദൈവകൽപ്പനയായതുകൊണ്ട് ഞാൻ പൂർണ്ണമായും അനുസരിക്കുന്നു എന്ന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപയേകുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് നമ്മുടെ സഭകളിലും പലയിടത്തും ഇതെല്ലാം അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ സഭാ നേതൃത്വ തലങ്ങളിലേക്ക് പോലും എത്തുന്നു. ശുശ്രൂഷകന്മാർക്കിടയിലും ഇങ്ങനെയുള്ളവർ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. അപകടമണിയാണ് മുഴങ്ങുന്നത്. ഏറെ ചഞ്ചലപ്പെടുന്നു. സ്തോത്രം. നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചതല്ലെങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നു. We should make sincere and serious defensive prayer even in regard with our marriages, our family lives, our children's family lives in the future. നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പെട്ടതല്ലിത്. പക്ഷേ ഞാനങ്ങ് പറഞ്ഞു പോവുകയാ, ക്ഷമിച്ചാലും. ഞാൻ ചെയ്യാറുള്ളതാണ്. നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി പഠിച്ചപ്പോൾ ഡിഫൻസീവ് പ്രയർ, പ്രതിരോധ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥനയെപ്പറ്റി കണ്ടു. സ്തോത്രം. പ്രതിരോധ പ്രാർത്ഥന. നമ്മുടെ തലമുറകളുടെയും ഭാവി കാലത്ത് നമ്മുടെ തലമുറകളുടെയും കുടുംബജീവിതത്തിലൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ഡിവോഴ്സസ്, കുടുംബഛിദ്രങ്ങൾ, വിവാഹമോചനങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കണം. ഡിഫൻസീവ് പ്രയേഴ്സ്, പ്രതിരോധ പ്രാർത്ഥനകൾ. സ്തോത്രം. ഏറെ ഭയപ്പെടുന്നു. സ്തോത്രം. നമ്മുടെയൊന്നും കുടുംബങ്ങളിൽ, നമ്മുടെയൊന്നും തലമുറകളിൽ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ കർത്താവിൻ്റെ വരവോളം. സ്തോത്രം. ഞാൻ വിവാഹത്തിന് കല്യാണവേദികളിൽ ആവർത്തിച്ച് വധൂവരന്മാരോട്, ഗ്രൂം ആൻഡ് ദ ബ്രൈഡ്, അവരോട് പറയാറുണ്ട്, ഇഫ് യു ആർ committed to be loyal completely to the Bible, what God says, what God commands,
to the husband and to the wife. If you are completely committed to obey those commandments, you will never ever will have to meet an attorney or to go to a police station or a court or even to a pastor. ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, വേദപുസ്തകം ഭർത്താവിനോടും ഭാര്യയോടും കൽപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയേ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കൊരിക്കലും ഒരു ഫാമിലി കൗൺസിലറിനെ ഒരിക്കലും കാണേണ്ടതായി വരികയില്ല. സ്തോത്രം. എപ്പോഴാ ഫാമിലി കൗൺസിലറിനെയും വക്കീലിനെയും പോലീസിനെയും ഒക്കെ കാണേണ്ടതായിട്ട് വരുന്നത്? ദൈവം ഭാര്യയോടും ഭർത്താവിനോടും കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സിലാതെ വരുമ്പോഴേ ഉള്ളൂ. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതിനോട് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയാനോ ഇവർക്കാർക്കും ഒരു അനുവാദവും ഇല്ല. എൻ്റെ കല്യാണ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ചിലരെങ്കിലും കാണും. ഞാൻ എല്ലാ കല്യാണത്തിനും അവസരം കിട്ടുമ്പോഴൊക്കെ ഇവൻ ആശംസാ പ്രസംഗത്തിൽ പോലും പറയുന്ന കാര്യമാണ്, the marriage covenant is irrevocable, it's irreversible, unbreakable. നിങ്ങൾ പരസ്പരം ചെയ്യുന്ന വിവാഹ ഉടമ്പടി ഇർറിവോക്കബിൾ ആണ്. അത് ക്യാൻസൽ ചെയ്യാൻ, റദ്ദാക്കാൻ ഒക്കാത്തതാ. ഇർറിവേഴ്സിബിൾ, നിങ്ങൾക്ക് എന്നാൽ ഇതിങ്ങ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഉടമ്പടി അങ്ങ് ഉടച്ചു കളയാം, നോ. സ്തോത്രം. സാധ്യമല്ല. കാരണം അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം കൽപ്പിക്കുന്നത്. അതിനെ മാറ്റാൻ നമുക്കാർക്കും അനുവാദമില്ല. സ്തോത്രം. ഇനി അഥവാ നമ്മുടെ സഭകളിലെങ്ങാനും അങ്ങനെയുള്ളവർ വന്നാൽ ഇറങ്ങിപ്പോ എന്ന് പറയാനൊന്നും നമുക്ക് അനുവാദമില്ല. വന്നിരുന്നോട്ടെ. പക്ഷേ അങ്ങനെയുള്ളവരെ സഭയുടെ ഏതെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ കമ്മിറ്റിയിലും സെക്രട്ടറി ആക്കാനും ഖജാൻജി ആക്കാനും പിന്നെ വൈസ് പ്രസിഡന്റ് ആക്കാനും ഒന്നും പോകണ്ട. അവര് സഭായോഗങ്ങൾ സംബന്ധിക്കുന്നെങ്കിൽ സംബന്ധിച്ചോട്ടെ, ആർക്കും വരാം. എന്നാൽ സഭയുടെ യാതൊരു ഉത്തരവാദിത്വങ്ങളും അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല. സ്തോത്രം. അസിസ്റ്റന്റ് പാസ്റ്റർ, അതുകൊണ്ടാ ഞാൻ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. പ്രസിഡന്റ് പാസ്റ്ററും വൈസ് പ്രസിഡന്റ് ഇതുപോലുള്ള ചില പുള്ളികളും നോ, പാടില്ല. പക്ഷെ ഇന്ന് പലയിടത്തും അങ്ങനെയൊക്കെ കണ്ടുവരുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കതങ്ങ് പറഞ്ഞേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഈ വിഷയം വരുന്നല്ല. പക്ഷേ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കരുത്, ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കളയരുത് എന്നതിന് ഒരു ഉദാഹരണം വളരെ ആനുകാലികമായത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർ കാണാം. പക്ഷേ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയാണിത്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. സദൃശവാക്യങ്ങൾ 30-ന്റെ 6 വാക്യവും കൂടെ, Proverbs 30:6. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്,
അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. സ്തോത്രം. ഇത് ഇച്ചിരി കുറഞ്ഞു പോയി, ഇച്ചിരി കൂടെ കട്ടിക്കിരിക്കട്ടെന്നും പറഞ്ഞ് നമ്മളൊന്നും കൂട്ടരുത്. ഇത് ഇച്ചിരി കൂടിപ്പോയി, അത് അന്നൊക്കെ പറ്റുമായിരുന്നു. ഇതിപ്പം 21-ാം നൂറ്റാണ്ട, അത്യാധുനിക യുഗമാണ്, പോസ്റ്റ് മോഡേൺ ഈറ എന്നും പറഞ്ഞ് അതിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത്. സ്തോത്രം. ഇത്രയും മനസ്സിലേക്കാണുമല്ലോ. ഈ പ്രവചനത്തിലെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളോട്, വാക്കുകളോട് എന്തെങ്കിലും കൂട്ടിയാൽ എന്തുവാ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ഞാൻ അവന് വരുത്തും, ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ, ന്യായവിധികൾ, അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷകൾ എല്ലാം അവന്റെ മേൽ വരുത്തും. ബാധകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനിയും ഓരോന്നോരോന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ എന്താ കുഴപ്പം? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമുള്ള അവന്റെ നിത്യത നഷ്ടപ്പെടും. സ്തോത്രം. ഇതിനോട് എന്തെങ്കിലും കൂട്ടിയാൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശിക്ഷാവിധികളൊക്കെ അവന്റെ മേൽ വരും. ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ, കുറച്ചു കളഞ്ഞാൽ ദൈവത്തോടൊപ്പമുള്ള ഒരുവന്റെ വാസത്തിന്, അവകാശത്തിന് ഭംഗം വരും. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ. കൂട്ടിയാലും കുറച്ചാലും ശിക്ഷ നരകം. ദൈവവചനത്തോട് കൂട്ടിച്ചേർത്താലും കുറച്ചാലും ശിക്ഷ ദൈവത്തോടൊപ്പമുള്ള നിത്യതയിൽ നിന്ന് തള്ളപ്പെടുക. അവിടെ നിന്നും തള്ളപ്പെട്ടാൽ പിന്നെ മറ്റൊറ്റ സാധ്യതയുള്ളൂ, സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ. സ്തോത്രം. ഇതാണ്. ആ രണ്ട് ഭാഗങ്ങളും കൂടുതൽ വിവരിക്കേണ്ടതില്ലല്ലോ. നമ്മൾ നിത്യതയുടെ അവസ്ഥകളും നിത്യനരകത്തിലെ ശിക്ഷാവിധിയുമൊക്കെ നേരത്തെ പ്രത്യേകാൽ എടുത്ത് പഠിച്ചതാണ്. അതുകൊണ്ട് അതെന്താണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിത് മാത്രം നോക്കിയാൽ മതി. വേദപുസ്തകം എന്തു പറയുന്നുവോ അക്ഷരീയമായും അതനുസരിപ്പാൻ നാം തയ്യാറാവുക. കേവലം ഒരാശയമല്ല, അക്ഷരീയമായി തന്നെ വേദപുസ്തകത്തെ നാം അനുസരിക്കണം. We are ought to obey the word of God very literally. സ്തോത്രം. ദൈവം എന്തുദ്ദേശിച്ചുവോ, ദൈവം എന്താഗ്രഹിച്ചുവോ അത് അങ്ങനെ തന്നെ നാം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഒന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. സൗകര്യാർത്ഥം വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നവരാകരുത്. വേദപുസ്തകത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരായി തീരുക. സ്തോത്രം. ഇതാണ് ഈ 18-19 വാക്യങ്ങളുടെ അർത്ഥം. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ?
സ്തോത്രം. ഒന്നുമില്ല എങ്കിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വചനം അങ്ങനെ തന്നെ സ്വീകരിപ്പാൻ, അങ്ങയുടെ വചനമായിട്ട് തന്നെ സ്വീകരിപ്പാൻ കൃപ നൽകണമേ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്ക സഭയെ ശ്ലാഘിക്കുന്ന ഒരു പ്രസ്താവന. സ്തോത്രം. തെസലോനിക്കർക്കുള്ള ഒന്നാമത്തെ ലേഖനം, ഫസ്റ്റ് തെസലോനിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6, 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. You became imitators of us and of God. In spite of severe suffering, you welcomed the message with joy given by the Holy Spirit. സ്തോത്രം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. സ്തോത്രം. താഴോട്ട ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. Thessalonians, what did they do? They received the word of God, preached unto them with the joy of the Holy Spirit. സ്തോത്രം. ഇനി 2:13 വാക്യം, 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ഇവിടെ 2:13 എന്താ വായിച്ചത്? മനുഷ്യന്റെ വചനമായിട്ടല്ല. ഞങ്ങളാ പ്രസംഗിച്ചത്, മനുഷ്യരാ പ്രസംഗിച്ചത്. പക്ഷെ മനുഷ്യന്റെ വചനമായിട്ടല്ല, പിന്നെ സാക്ഷാൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിതാണ് ആവശ്യം. ആരും പ്രസംഗിച്ചോട്ടെ, പക്ഷേ ദൈവവചനത്തെ നമുക്ക് ദൈവവചനമായിട്ട് തന്നെ സ്വീകരിപ്പാൻ, ഒട്ടും അതിൻ്റെ വില കുറയ്ക്കാതെ, സ്തോത്രം, അതനുസരിക്കുവാൻ എത്ര പ്രയാസമായിരുന്നാലും അത് അനുസരിക്കുവാൻ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കാം. അതിനായി നമുക്കൊരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.